ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം 4, അതിൻ്റെ വ്യാഖ്യാനവും. ആനന്ദരൂപജനകാനകപൂർവധുന്ദു ധ്യാനന്ദസാഗരസുതാകരസൗകുമാര്യ മാനാപമാനസമമാനസരാജഹംസ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ഈ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. ആനന്ദരൂപ, സദാ ആനന്ദമൂർത്തിയായി വിളങ്ങുന്നവൻ. ജനകാനക പൂർവ ദുന്ദു ധ്യാനന്ദ സാഗര സുധാകര സൗകുമാര്യ എന്ന് പറയുമ്പോൾ ജനകാനക പൂർവദുന്ദു, അച്ഛനായ വസുദേവരുടെ ആനന്ദ സമുദ്രത്തിന് ചന്ദ്രനെ പോലെ പൂനിലാവ് വിതറുന്നവനും, മാനാപമാന സമമാനസരാജഹംസ, മാനാപമാന രൂപത്തിലുള്ള ദ്വന്ദ്വഭാവങ്ങളിൽ സമബുദ്ധി പുലർത്തുന്ന പരമഹംസന്മാരുടെ മനസ്സാകുന്ന മാനസ സരസിൽ രാജഹംസമെന്ന പോലെ കളിയാടുന്നവൻ. വളരെ അർത്ഥവത്തായിട്ടാണ് ഗുരുദേവൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീഭൂപതേ, ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും, ഹരേ, എല്ലാ പാവങ്ങളെയും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ, ഭക്തനായി എൻ്റെ സകലാമയം സംസാര രോഗമെല്ലാം തീർത്തു തരണേ, ഹര തീർത്തു തരണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് വിവർത്തനം ചെയ്യാം. സദാ ആനന്ദമൂർത്തിയായി വിളങ്ങുന്നവനും, അച്ഛനായ വസുദേവരുടെ ആനന്ദ സമുദ്രത്തിന് ചന്ദ്രനെ പോലെ പൂനിലാവ് വിതറുന്നവനും, മാനാപമാന രൂപത്തിലുള്ള ദ്വന്ദ്വഭാവങ്ങളിൽ സമബുദ്ധി പുലർത്തുന്ന പരമഹംസന്മാരുടെ മനസ്സാകുന്ന മാനസ സരസിൽ രാജഹംസമെന്ന പോലെ കളിയാടുന്നവനും, ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും, എല്ലാ പാവങ്ങളും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ, ഭക്തനായ എൻ്റെ സംസാര രോഗമെല്ലാം തീർത്തു തരണേ എന്നാണ് ഈ 4ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീനാരായണ തൃപ്പാദങ്ങൾ അർത്ഥമാക്കുന്നത്. ഹരഹരേ സകലാമയമ്മേ, മാനാപമാന രൂപത്തിലുള്ള ദ്വന്ദ്വഭാവങ്ങളിൽ സമനില പുലർത്തുന്ന ജീവൻ മുക്തന്മാരാണ് പരമഹംസന്മാർ. അവരുടെ മനസ്സാകുന്ന മാനസ സരസിൽ സദാ കളിയാടുന്ന രാജഹംസമാണ് ഭഗവാൻ. ചിത്തത്തിൻ്റെ സമനിലയാണ് ബ്രഹ്മാനുഭവം. അപ്പോൾ സമചിത്തന്മാരായ പരമഹംസന്മാരുടെ മനസ്സിൽ നിറഞ്ഞു വിളങ്ങുന്നതാണ് ബ്രഹ്മം. ഇവിടെ വാസുദേവൻ ബ്രഹ്മപ്രതീകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രേഷ്ഠമായ അരയന്നമാണ് രാജഹംസം. രാജഹംസങ്ങളുടെ വാസസ്ഥാനം കൈലാസത്തിലെ മാനസ സരസാണെന്ന് പ്രസിദ്ധി. വസുദേവരുടെ മറ്റൊരു പേരാണ് ആനകദുന്ദുഭി. വസുദേവൻ ജനിച്ചപ്പോൾ ദേവന്മാർ ആനകം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങൾ ഘോഷിക്കുകയുണ്ടായി എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആനക ദുന്ദുഭി എന്ന പേര് കിട്ടിയത്. ഈ പദ്യത്തിൽ ഈ പേര് തന്നെ ഇടയ്ക്ക് പൂർവപദം ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ചന്ദ്രോദയത്തിൽ സമുദ്രത്തിന് വേലിയേറ്റമുണ്ടാകുന്നു. അതുപോലെ വസുദേവരുടെ ആനന്ദ സമുദ്രവും കൃഷ്ണനാകുന്ന ചന്ദ്രൻ്റെ ദർശനത്താൽ വേലിയേറ്റമുള്ളതായി ഭവിക്കുന്നു. സംഭവ ബഹുലമായ ജീവിതമായിരുന്നു വാസുദേവൻ്റേത്. ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൃഷ്ണൻ്റെ മുഖത്ത് ശോകം നിഴലിച്ചതായി കാണുന്നില്ല. അതുതന്നെയാണ് കൃഷ്ണൻ്റെ ആനന്ദരൂപത്വം. ഹരേ കൃഷ്ണ.